നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി അന്വേഷണം നേരിടുന്നയാൾ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനാകുന്നത് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയാണ്. കരിവന്നൂർ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ നടന്ന കോടികളുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട നിരവധി തവണ ഇഡി ചോദ്യം ചെയ്ത MK കണ്ണനാണ് തൃശൂരിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ. കണ്ണൻ പ്രസിഡന്റായ തൃശൂർ സഹകരണ ബാങ്കിലും കരിവന്നൂരിലെ മുഖ്യപ്രതി സതീഷ് കുമാർ കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചതായി ഇഡി കണ്ടെത്തിയിരുന്നു. കണ്ണന്റെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നത് എന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് നിരവധി തവണ ഇദ്ദേഹത്തെ എറണാകുളത്ത് ഇഡി ഓഫീസിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. ഇനിയും വിളിപ്പിക്കുമെന്നും കണ്ണൻ കേസിൽ പ്രതിയാകുമെന്നുമുള്ള സൂചനയാണ് ഇഡി നൽകുന്നത്. കേരള ബാങ്കിന്റെ വൈസ് ചെയർമാൻ കൂടിയാണ് കണ്ണൻ. കേരള ബാങ്കിനും തൃശൂർ സഹകരണ ബാങ്കിനും വായ്പ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരുടെ ആധാരങ്ങൾ കൈക്കലാക്കി സതീഷ് കുമാറും കണ്ണനും ചേർന്ന് തട്ടിപ്പ് നടത്തിയതായും ആരോപണം ഉയർന്നുണ്ട്. ഈ കേസുകളും ഇഡി അന്വേഷിച്ചു വരികയാണ്. നോട്ട് നിരോധന കാലത്ത് വൻതോതിൽ കള്ളപ്പണം കണ്ണൻ പ്രസിഡന്റായ തൃശൂർ സഹകരണ ബാങ്കിൽ വെളുപ്പിച്ചു എന്നാണ് ഇഡി കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ സഹകരണ ബാങ്കിലെ 100 കണക്കിന് ഫയലുകളും ഇഡി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതേസമയം കരിവന്നൂർ സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം നിക്ഷേപകർക്ക് മുതലും പലിശ ഇനത്തിലും 108 കോടി രൂപ തിരിച്ചു നൽകിയതായി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നവംബർ 1 ശേഷം സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപമുള്ളവർക്ക് 50,000 രൂപ വരെയും 1 ലക്ഷം രൂപ വരെ സ്ഥിര നിക്ഷേപമുള്ളവരുടെ നിക്ഷേപണം പൂർണ്ണമായും 2023 ഒക്ടോബറിൽ കാലാവധി കഴിഞ്ഞ 1 ലക്ഷത്തിലധികം രൂപ സ്ഥിര നിക്ഷേപകർക്ക് നിക്ഷേപ തുകയുടെ 10% പൂർണ്ണമായി പലിശയും പ്രതിമാസ നിക്ഷേപ പദ്ധതിയിലൂടെ നിക്ഷേപിച്ചവർക്ക് 10%, 7,800 പേർക്കായി 30 കോടി രൂപ തിരിച്ചു നൽകിയതായും ഭാരവാഹികൾ പറയുന്നുണ്ട്. പക്ഷേ ഇനിയും അവിടെ കിട്ടാൻ പലർക്കും ബാക്കിയുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും കരിവന്നൂർ തൃശ്ശൂരിൽ കത്തിക്കേറുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തൃശ്ശൂരിൽ സുനിൽകുമാർ, അതുപോലെ തന്നെ സുരേഷ് ഗോപി, അതുപോലെ തന്നെ മുരളീധരൻ എല്ലാവരും രംഗത്തെത്തുമ്പോൾ തൃശ്ശൂർ കൂടുതലും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്.